ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കുറച്ചെങ്കിലും പേർക്ക് എന്നെ മുൻപ് അറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുൻപ് ഞാൻ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി മുതൽ ഇവിടെയാണ് ഇനി നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുക. ഇപ്പോൾ ഈ ഒരു ബ്ലാസ്റ്റേഴ്സ് അരീന എന്ന് പറയുന്ന ചാനൽ എൻ്റെ അനിയനായിരുന്നു ഇതുവരെ മാനേജ് ചെയ്തിരുന്നത്. പക്ഷേ അവനിൽ നിന്നും ഞാനിപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി മുതൽ ഇവിടെ ഈ ഒരു ചാനലാണ് പ്രധാനമായും എന്നെ കാണാൻ കഴിയുക. ഇപ്പോൾ ഈ ഒരു ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതോടൊപ്പം 2 ചാനൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിക്ക് അരീന, അതുപോലെ തന്നെ ഫൂട്ടി അരീന. ക്രിക്ക് അരീന എന്ന് പറയുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഫൂട്ടി അരീന ഫുട്ബോളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു 2 ചാനലുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 3 ചാനലുകളാണ് നമുക്കുള്ളത്: ബ്ലാസ്റ്റേഴ്സ് അരീന, ഫൂട്ടി അരീന, ക്രിക്ക് അരീന. അപ്പോൾ ഈ ഒരു 3 ചാനലുകളും മികച്ച രൂപത്തിൽ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടത് നിങ്ങളുടെ പിന്തുണ, സപ്പോർട്ട്, സഹകരണം എന്നിവയൊക്കെയാണ്. നമുക്കറിയാം, ഈ ഒരു സോഷ്യൽ മീഡിയ ലോകത്ത് ഓരോരുത്തരെയും വളർത്തുന്നതും തളർത്തുന്നതും ഈ ഒരു പ്രേക്ഷകരാണ്. അപ്പോൾ ആ ഒരു പിന്തുണയും സപ്പോർട്ടും നിങ്ങൾക്ക് വേണം. ഈ ഒരു ചാനലുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഐഡിൻ്റെ ലിങ്ക് കൂടി, പേഴ്സണൽ ഇൻസ്റ്റഗ്രാം ഐഡിൻ്റെ ലിങ്ക് കൂടി ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കഴിയാവുന്നവർക്കൊക്കെ റീപ്ലൈ തരാം എന്ന ഒരു ഉറപ്പ് കൂടി നൽകുകയാണ്. അപ്പോൾ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പിന്തുണയും സഹകരണവും സപ്പോർട്ടും വേണം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.